സാധാരണഗതിയിൽ ഈ ഒരു ചുറ്റുവട്ടത്ത് നിങ്ങളൊരു ഇൻഡിപെൻഡന്റ് വീട് വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവിൽ പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച 5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റ് വീട് നിങ്ങൾക്കൊരു വില്ല പ്രോജക്റ്റിനകത്ത് സ്വന്തമാക്കാൻ സാധിക്കും. വില്ല പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ടോട്ടലായിട്ട് 8 ഏക്കർ വരുന്ന സ്ഥലത്തിനകത്താണ് ഈ വില്ലാസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒത്തിരിയധികം കോമൺ ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അകത്തേക്കുള്ള റോഡിൻ്റെയൊക്കെ വീതി നോക്കി ഇതുപോലെ നമുക്ക് ആ ഒരു അകത്തേക്കുള്ള മെയിൻ റോഡ് എന്ന് പറയുന്നത് നല്ല വീതിക്കാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെയുള്ള ഒരു റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന പ്രോപ്പർട്ടി. നമുക്ക് എൻ്റെ ഇൻവെസ്റ്റ് കാണുന്ന ടോട്ടലായിട്ട് 5 സെന്റിൽ 1700 സ്ക്വയർ ഫീറ്റ് വരുന്ന 3 ബെഡ്റൂം വീട് വിൽപ്പനയ്ക്കുള്ളത്. നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള ആക്സസ് വരുമ്പോൾ പള്ളിപ്പുറത്തുനിന്ന് പോത്തങ്കോട് പോകുന്ന റോഡ് വരെയാണെങ്കിൽ നമ്മുടെ ആണ്ടൂർക്കോണം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചൊന്ന് മുന്നിലോട്ട് വരുമ്പോൾ ഇടത്തോട്ട് ആപ്സ്റ്റോൺ വില്ലാസ് എന്ന് പറഞ്ഞ് ബോർഡ് കാണാൻ സാധിക്കും. ആ റോഡ് കുറച്ചൊന്ന് ഇറങ്ങി വന്നാൽ മതി. ആ റോഡ് തന്നെ നല്ല വീതിയുള്ള റോഡാണ്. അതിങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് മെയിൻ എൻട്രൻസ് കാണാം. അതിനകത്ത് കയറുമ്പോൾ സ്ട്രീറ്റ് 2 എന്ന് പറഞ്ഞിട്ട് ബോർഡ് കാണും. അതിന് തൊട്ട് ആ ഒരു കോർണറിലിരിക്കുന്ന പ്രോപ്പർട്ടി തന്നെയാണ്. നമുക്കിതിനകത്ത് ചുറ്റുവട്ടത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഈ ഭാഗത്ത് നോക്കിയാൽ നല്ല കാഴ്ച നിൽക്കുന്ന മാവും പ്ലാവും അങ്ങനെയുള്ള ചെടികളെല്ലാം കാണാൻ സാധിക്കും. ഇനി അകത്തേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ ഭാഗത്തായിട്ട് നമുക്ക് കവേർഡ് ആയിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. വലിയൊരു വണ്ടി സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസ് ആണ്. ഇനി ഉള്ളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ലിവിങ് സ്പേസ് വരുന്നത്. ഇവിടെയായിട്ട് TV യൂണിറ്റ് എല്ലാം സെറ്റ് ചെയ്യാം. സീലിങ്ങിലെല്ലാം നീറ്റായിട്ടുള്ള വർക്കുകൾ ചെയ്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്യാവുന്നതാണ്. ആ ഭാഗത്ത് വാഷ് ഏരിയ വരും. കിച്ചണിലേക്ക് വരുമ്പോഴത്തേക്കും അത്യാവശ്യമുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്ത് നീറ്റാക്കിയിരിക്കുന്നതായിട്ട് കാണാം. ചിമ്മിനി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ്. ഈ ഭാഗത്തായിട്ട് നമ്മുടെ വർക്ക് ഏരിയ വരും. ഇവിടെ ആയാലും ചെറിയ രീതിയിലുള്ള മോഡുലാർ കിച്ചൻ്റെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഈ ഒരു സൈഡിലേക്ക് ഇറങ്ങാവുന്ന രീതിയിലാണ് പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത്. ഇവിടെ നോക്കിയാൽ കാഴ്ച നിൽക്കുന്ന പ്ലാവും മാവൊക്കെ നല്ല കായായിട്ട് കൊണ്ട് കേട്ടോ. നിങ്ങൾ താമസിക്കാൻ വരുമ്പോഴത്തേക്കും ഇതെല്ലാം അങ്ങനെ തന്നെ പറിച്ചു തിന്നാം. ആ രീതിയിലുള്ളൊരു പ്രോപ്പർട്ടി. നമുക്കിവിടെ നിന്ന് ടെക്നോ പാർക്കിന്റെ ഫേസുകളിലേക്ക് ആയാലും അതിപ്പോൾ നമ്മുടെ പുതിയ ഫേസ് 4 സൺഡ ക്യാമ്പസ് തുടങ്ങിയിടത്തൊക്കെയൊക്കെ ഈസി ആക്സസ് ആണ്. കാരണം പള്ളിപ്പുറം ജംഗ്ഷനിൽ നിന്ന് നല്ല വീതിയുള്ള റോഡ് വഴി വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ലൊക്കേഷൻ. ഈ കാണുന്നത് പോലെയാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ വരുന്നത് സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് താഴത്തെ ഒരു ബെഡ്റൂമിൽ ഇതുപോലെ കബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മേളത്തേൽ ചെയ്തിട്ടില്ല. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഈ കാണുന്ന പോലെ ചെറിയൊരു കോമൺ സ്പേസിൽ നിന്ന് ആദ്യത്തെ ബെഡ്റൂം ഈ രീതിയിൽ വരും. നമ്മൾ താഴത്തെ നിലയിൽ കണ്ടതുപോലെ സെയിം ലേഔട്ടിലുള്ള ഒരു ബെഡ്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂം. ബാത്റൂം ഫിറ്റിംഗ്സ് ഒക്കെ താഴെ കണ്ട സിമിലർ ഫിറ്റിംഗ്സ് ആണ് കേട്ടോ. സെറ പോലുള്ള ഫിറ്റിംഗ്സ് ആണ് ഇതിനകത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം. ഇതും സെയിം ആണ് കേട്ടോ. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സിമിലർ ഫിറ്റിംഗ്സ് ആണ്. നമുക്കിതാ ഇവിടെ നിന്ന് ഒരു പിൻവശത്തേക്കുള്ള ഒരു ഓപ്പൺ ടെറസിലേക്ക് എൻട്രൻസ് വരുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ എലിവേറ്റഡ് പൊസിഷനിൽ നമുക്ക് വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഭാഗം ഫുള്ളായിട്ട് ഓൾറെഡി റൂഫ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മെഷീൻ വെക്കാനും നമുക്ക് തുണി ഉണങ്ങാനിടാനും ഒരു രീതിയിലുള്ള ബുദ്ധിമുട്ടും ഇല്ല. ഇവിടെ നമ്മൾ ടെറസിലേക്ക് കയറി കഴിഞ്ഞാൽ വീണ്ടും റൂഫ് ചെയ്ത് നീറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സ്പേസിലായാലും നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കും. ഇനി മുൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ബാൽക്കണി സ്പേസും അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് നമുക്ക് വലിയൊരു ഓപ്പൺ ടെറസ് കണക്ക് തന്നെ കാണാൻ സാധിക്കും. ഇവിടെ എല്ലാം നമുക്ക് ഈ ഒരു സൈഡിൽ ക്ലാഡിങ് ടൈലൊക്കെ ഒട്ടി നീറ്റ് ആക്കിയിട്ടുണ്ട്. അത് മുൻവശത്ത് നോക്കുമ്പോഴും നമുക്ക് വീടിന് ഭയങ്കരമായിട്ടുള്ളൊരു ഭംഗി നൽകുന്നുണ്ട്. മുൻവശത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വീടുകളിലെല്ലാം തന്നെ താമസക്കാരുണ്ട്. അതായത് ഒഴിഞ്ഞു കിടക്കുന്ന ഒരു വില്ല പ്രോജക്റ്റ് അല്ല. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒത്തിരിയധികം ആൾക്കാരായിട്ട് ഇടപെടാം. നമുക്ക് നല്ലൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാം. ഇതുപോലെ നല്ല കോമൺ ഏരിയ എല്ലാം നമ്മുടെ സ്വന്തം പോലെ തന്നെ ഉപയോഗിക്കാൻ സാധിക്കും. അതാണ് ഒരു വില്ല പ്രോജക്റ്റിനകത്ത് വീടെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മേജർ ബെനിഫിറ്റ് കേട്ടോ. നമുക്ക് വീടിന് ചുറ്റും സ്ഥലമില്ലാന്നൊരു ഫീല് വരത്തില്ല. നമ്മുടെ സ്വന്തം പോലെ ഒരു പിള്ളേരുടെ കളിസ്ഥലം ഉണ്ടാവും. പിള്ളേർക്കൊക്കെ ഓടി കിടന്ന് നടക്കാനുള്ള ഒത്തിരിയധികം കോമൺ ഏരിയ ഉണ്ടാവും. ക്ലബ് ഹൗസ് ഉണ്ടാവും. അങ്ങനെ ഒത്തിരിയധികം കോമൺ അമ്യൂണിറ്റീസും ഈ പ്രോപ്പർട്ടിയുടെ പ്രത്യേകതയാണ്. സാധാരണഗതിയിൽ അതുകൊണ്ട് തന്നെ വില്ല പ്രോജക്റ്റിനകത്ത് വീടെടുക്കുമ്പോൾ നല്ല പ്രൈസാണ്. പക്ഷേ ഇതിന് ചോദിച്ചിട്ടുള്ളത് 85 ലക്ഷം രൂപയാണ്. ഒരു ഇൻഡിപെൻഡന്റ് വീട് വാങ്ങുന്നതിനെക്കാട്ടും വിലക്കുറവാണ് ഈ പ്രോപ്പർട്ടിക്ക് ഓഫർ ചെയ്തിട്ടുള്ളത്. 85 ലക്ഷം രൂപയ്ക്ക് പൂർണ്ണമായിട്ടും ഇഷ്ടികയിൽ നിർമ്മിച്ച 5 സെന്റ് സ്ഥലത്ത് 1700 സ്ക്വയർ ഫീറ്റിലെ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം.